നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത്. സംസ്ഥാനത്തെ ജനങ്ങളെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് വരുന്നത്. റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധം നടത്തുന്നു. തിങ്കളാഴ്ച മുതൽ സമരം ആരംഭിക്കും. അതുപോലെ തന്നെ വിതരണ കരാറുകാരും ഈ സമരം ഏറ്റെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് പലയിടങ്ങളിലും ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തടസ്സപ്പെടും. അതോടെ റേഷൻ വിതരണം നിൽക്കുന്ന സാഹചര്യമുണ്ടാകും. സർക്കാരുമായുള്ള ചർച്ച പരാജയപ്പെട്ടതാണ് ഇതിന് കാരണം. ഉടനെ തന്നെ സർക്കാർ ഒരു ഉചിതമായ തീരുമാനം എടുത്തില്ല എങ്കിൽ സാധാരണക്കാർക്ക് ലഭിക്കുന്ന അരി, സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന അരി തുടങ്ങിയ ആനുകൂല്യങ്ങളെല്ലാം നിലക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇത് സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കും. ജനുവരി മാസം 27-ാം തീയതി മുതൽ അനിശ്ചിതകാലം സമരം എന്നാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള അറിയിപ്പ്. റേഷൻ വാങ്ങാനുള്ളവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പതിവായി റേഷൻ മുടങ്ങുന്ന ആളുകൾ, നിങ്ങൾ പതിവായി റേഷൻ വാങ്ങുന്നില്ല എങ്കിൽ നിങ്ങളുടെ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സാമൂഹിക സുരക്ഷാ പെൻഷൻ 2 ഗഡു വിതരണം തുടങ്ങി. ജനുവരി 23-ന് വിതരണം ആരംഭിച്ചിരുന്നു. 24-ാം തീയതി 2 ഗഡു പെൻഷൻ തുകയും അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞു. വരും ദിവസങ്ങളിലായി തന്നെ ഇന്നും നിങ്ങൾക്ക് കൈകളിലേക്കുള്ള തുകയും ലഭിക്കും. 3200 രൂപയാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കാൻ പോകുന്നത്. ഫെബ്രുവരി 3-ന് മുമ്പായി എല്ലാവരുടെയും പെൻഷൻ തുക കൈകളിലെത്തിക്കും. ഫെബ്രുവരി 3-ന് മുമ്പായി തന്നെ തുക വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.